എണ്ണമറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. മലയാളികൾ വീണ്ടും ഒരു വിഷുദിനത്തെ കാത്തിരിക്കുന്നു. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്നകൾ പൂത്തു തുടങ്ങി. വിഷുദിനം ആഘോഷങ്ങളെക്കാൾ ഉപരി ഗൃഹാതുരമായ ഓർമ്മകൾ സമ്മാനിക്കുമ്പോൾ ഓർമ്മകളുടെ ചിറകിലേറി പൊൻകണിയൊരുക്കി ഏഷ്യനെറ്റ് റേഡിയോയും. വിഷുദിനത്തിൽ രാവിലെ 6 മണി മുതൽ 8 മണി വരെ കണി കാണും നേരം. വിഷുദിനത്തിലെ സുപ്രഭാതം 9 മണി മുതൽ 10 മണി വരെ ഇൻസ്റ്റന്റ് വിഷയങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് ഇൻസ്റ്റന്റ് വിഷു. 10 മണി മുതൽ 11 വരെ വിഷു കവിതകളുമായി ചൊല്ലരങ്ങ്. പാടുന്നു 11 മുതൽ 12 വരെ ശ്രോതാക്കളുടെ ആശംസകളുമായി എന്റെ വിഷു. 12 മുതൽ 1 മണി വരെ ചിരിയുടെ സദ്യ ഒരുക്കി വിഷു ബമ്പർ. വിഷുവിന് പൊട്ടിക്കാൻ പടക്കം മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്തിനാ ഒരു ചാക്ക് നിറയെ മലയാള സിനിമയുടെ CD മേടിച്ചോണ്ട് വന്നേ? ഇന്നത്തെ കാലത്ത് ഇതിലും വലുതായിട്ട് പൊട്ടുന്ന വേറൊരു സാധനമുണ്ട്. 1 മണി മുതൽ വിഷു പുലരിയുടെ പുണ്യവുമായി വിഷുക്കണി, പ്രവാസിയുടെ വിഷു പ്രമേയമാക്കിയുള്ള നാടകാവിഷ്കാരം. ഇവന്റെ മുഖം കണി കണ്ടു ഉണരാലോ ഈ വിഷുവിന്. അത് തന്നെയായി എന്റെ ഏറ്റവും വലിയ വിഷുക്കണി. ഇവരെ ഗൾഫിലോട്ടും വിടുന്നില്ല, എങ്ങോട്ടും വിടുന്നില്ല. ഈ വിഷു മാഷക്ക് ലക്ഷ്മി അമ്മക്ക് നല്ലത് തന്നെയാ കൊണ്ടുവന്നത്. നമ്മുടെ വിളി മാത്രം ആരും കേട്ടില്ല. വൈകുന്നേരം 5 മണി മുതൽ ചിത്രപ്പൊൻകണി, വിഷുദിന പ്രത്യേക മൂവി ട്രാക്ക്, വെനീസിലെ വ്യാപാരി. വിഷുക്കണിയും വിഷുദിനത്തിലെ കൈനീട്ടവും ചക്കര എലിശ്ശേരിയും മാമ്പഴക്കാളനും പ്രഥമനും കൂട്ടിയുള്ള വിഷുസദ്യക്കുമൊപ്പം ഏഷ്യനെറ്റ് റേഡിയോ ഒരുക്കുന്ന വിഭവങ്ങൾ. Radio Asia 1269 AM. പ്രിയമുള്ളവരെ, 1269 AM സലാമത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഐജോൺ. സലാമത്തിലൂടെ നമ്മൾ നല്ല നല്ല മാപ്പിള പാട്ടുകളിലൂടെ സഞ്ചരിക്കുന്നു, നല്ല നല്ല ചിന്തകൾ പങ്കുവയ്ക്കുന്നു. നാം എന്തൊക്കെ ചെയ്താലും അതിലൊക്കെ നമുക്ക് പരാജയം. നാം എവിടെയൊക്കെ ചെന്നാലും അവിടെയൊക്കെ നാം തള്ളപ്പെടുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നാം വിധിയെ പഴിക്കും. എന്നാൽ എപ്പോഴെങ്കിലും നാം സ്വയം പഠിച്ചിട്ടുണ്ടോ? വിജയം നമുക്ക് എല്ലാവർക്കുമുള്ള ജന്മാവകാശമാണ് എന്നത് ശരി തന്നെയാണ്. എന്നാൽ നാം അതിനായി ഉത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്യണമെന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോകാറുണ്ട്. നാം ജീവിതത്തിൽ ആത്മാർത്ഥമായി അധ്വാനിക്കുമ്പോഴേ നമുക്ക് ശരിയായ വിജയമുണ്ടാകും. അങ്ങനെ നാം കൈവരിക്കുന്ന വിജയത്തിന് യഥാർത്ഥത്തിലുള്ള മാധുര്യമുണ്ടാകും. ഒന്ന് നമുക്ക് ശ്രമിച്ചുകൂടെ അങ്ങനെ?
പകലിനെ കൈവെടിഞ്ഞു അതു ത്രാവിന്റെ മാറിലടിഞ്ഞു നിൻ പൂങ്കവിളും നനഞ്ഞു സിന്ദൂര സന്ധ്യേ പറയൂ നീ പകലിനെ കൈവെടിഞ്ഞു നീ പകലിനെ കൈവെടിഞ്ഞു صباح الخير. എത്ര കണ്ടിട്ടും കണ്ട് കൊതി തീര പെണ്ണ് പൊന്ന് പെണ്ണ് എന്താണെന്ന് ചോദിക്കുന്നു ഏതാണെന്ന് ചോദിക്കുന്നു